ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. അപ്പം കാസർഗോഡ് തന്നെയാണുള്ളത്. നമ്മളിന്ന് കാണാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ച്. ആദ്യത്തെ റീച്ച് തലപ്പാടി മുതൽ ചെങ്ങള വരെ ഊരാളുങ്കലാണ്. രണ്ടാമത്തെ റീച്ച് ചെങ്ങള മുതൽ നീലേശ്വരം വരെ മേഘ എഞ്ചിനീയറിംഗ് ആണ് വർക്ക് എടുത്തിരിക്കുന്നത്. ഏറ്റവും ടഫായിട്ടുള്ള ഒരു സ്ട്രെച്ചാണ് ഈ സ്ട്രെച്ച് കേട്ടോ. അത് എന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിനു മുമ്പ് നമ്മളിതിൻ്റെ ഓരോ അപ്ഡേഷനുകൾ നൽകിയതാണ്. ഇതുവരെ നിഷാദ് പടിഞ്ഞാറ്റുമുറ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിഷാദ് പടിഞ്ഞാറ്റുമുറ എന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഇതുപോലെ ലേറ്റസ്റ്റ് അപ്ഡേഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ചെർക്കള ഫ്ലൈ ഓവർ കേട്ടോ. ഈ ഫ്ലൈ ഓവറിൽ ഒരു റാമ്പ് ഉണ്ട്. അത് ചെർക്കള ടൗണിൽ നിന്നും ആറുവരിപ്പാതയിലേക്ക് കയറാനുള്ള റാമ്പാണ്. അപ്പോൾ ഇതിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ട് ഒരു ഭാഗം ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. പണികളെല്ലാം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഇവിടെ കോൺക്രീറ്റിൻ്റെ വർക്കിംഗ് കഴിഞ്ഞിട്ട് പിന്നീട് ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം അതുപോലെ തന്നെ ഈ റാമ്പിൻ്റെ നിർമ്മാണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വയഡക്റ്റാണ് ശരിക്കും പറയണത് തന്നെ. കാരണം ഇത് ചതുപ്പ് നിലവും അതുപോലെ തന്നെ ചെരിഞ്ഞ പ്രദേശത്തു കൂടിയാണ് ഈ വയഡക്റ്റ് കടന്നു പോകുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ നിർമ്മാണത്തിൽ ശരിക്കും ഇവിടെ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഒരു ഭാഗം പൂർണ്ണമായിട്ട് താഴ്ന്ന പ്രദേശമാണ്. അപ്പോൾ അവിടെയൊക്കെ നല്ല ഹൈറ്റിൽ തന്നെയാണ് പീർക്കാപ്പൊക്കെ ഉണ്ടാക്കിയിട്ടാണ്. അതിൻ്റെ മുകൾ ഭാഗത്താണ് പിന്നീട് ആറുവരിപ്പാത നിർമ്മാണം പൂർത്തീകരിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഭാഗത്ത് എക്സ്പാൻഷൻ ജോയിൻറ്റിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ റാമ്പിൻ്റെ വർക്കുകൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈൻ്റെ വർക്കുകളൊന്നും നടന്നിട്ടില്ല. റാമ്പിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചെർക്കള ടൗണിൽ നിന്നും ആറുവരിപ്പാതയിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള റാമ്പാണിത്. അപ്പോൾ ഇത് ചെർക്കള ടൗണ് ജംഗ്ഷനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഷേപ്പിലാണ് പോയിരിക്കുന്നത്. എന്തായാലും പണികളെല്ലാം പൂർത്തീകരിച്ച് ടാറിങ്ങിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബിഎമ്മും ബിസിയും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫ്ലൈ ഓവർ എന്ന് വെച്ചാൽ വയഡക്റ്റിൻ്റെ മുകൾ ഭാഗത്തുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കുറച്ച് ഭാഗത്തെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്പാൻഷൻ ജോയിൻ്റെ വർക്കുകൾ ഓരോ ഭാഗത്തും ഇങ്ങനെ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും ചോദിച്ചിരുന്നു ഇതുപോലുള്ള റാമ്പുകൾ എവിടെയൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഒരു റാമ്പ് വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ ചെർക്കള വയഡക്റ്റിൻ്റെ അവിടെയും പിന്നെ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ലൈ ഓവറിൻ്റെ അവിടെ ഈ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് റാമ്പുകൾ വന്നിട്ടുണ്ട് കേട്ടോ. വേറെ സ്ഥലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. കാരണം മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചിരുന്നു. അതൊക്കെ ഭയങ്കര വിഷയമായിട്ട് പിന്നീട് ഗതാഗതം തിരിച്ചുവിടലും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് പിന്നീട് ഈ ഭാഗത്തെ വർക്കുകൾ നടത്തി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പൊതുവായി തന്നെ ഒരു ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. മറുഭാഗത്ത് വയഡക്റ്റിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട്. അതുകൊണ്ട് ഒരു ഭാഗത്തു കൂടിയാണ് ഗതാഗതം പൂർണ്ണമായിട്ട് കടത്തി വിടുന്നത് കേട്ടോ. നോക്കിയാൽ നിങ്ങൾ ഈ ഭാഗമാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇതിൻ്റെ മറുഭാഗത്ത് എക്സ്പാൻഷൻ ജോയിൻ്റെ വർക്കിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ട നിങ്ങൾ ഇവിടെയാണ് എക്സ്പാൻഷൻ ജോയിൻ്റ് വരെ. ഈ എക്സ്പാൻഷൻ ജോയിൻ്റ് എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് രണ്ട് ഗാർഡറുകളൊന്ന് ജോയിൻറ്റ് ചെയ്യൂലേ, ആ ഗ്യാപ്പിൻ്റെ അവിടെയാണ് എക്സ്പാൻഷൻ ജോയിൻറ്റ് വരിക. പിന്നീടാണ് ഫുള്ളായിട്ട് ഗാർഡറുകളെല്ലാം കഴിഞ്ഞിരിക്കുന്നത്. പിന്നീട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നീലേശ്വരം ഭാഗത്തേക്കാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ആയിട്ട് വലിയ തോതിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ മണ്ണിടിച്ചിൽ സംഭവിച്ച സ്ഥലത്ത് ഇപ്പോൾ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വളവ് കണ്ടോ നിങ്ങൾ, ഈ വളവിൻ്റെ ഭാഗത്തൊക്കെ കുറേ മുൻപ് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ ചെർക്കള വയഡക്റ്റിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിരുന്നു കേട്ടോ. ഈ ടാറിങ് കഴിഞ്ഞിട്ട് പിന്നീട് ഈ വളവ് കഴിഞ്ഞിങ്ങനെ വരുമ്പം ഇടതുഭാഗത്ത് കണ്ട നിങ്ങൾ ഒരു കോൺക്രീറ്റ് വാള്, അവിടെ ആ മണ്ണിടിച്ചിൽ സംഭവിച്ച പ്രദേശമാണ്. അവിടെ ഇപ്പോൾ പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ട് മണ്ണിട്ട് നികത്തിയിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ CTSBൻ്റെ വർക്കും WMൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നു. മറുഭാഗത്തും ഇതേമാതിരി വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. അവിടെ മണ്ണെടുത്ത് താഴ്ത്തിയ പ്രദേശത്ത് മണ്ണിടിച്ചിൽ സംഭവിച്ചു. സോയിൽ ലൈനിങ് ചെയ്ത പ്രദേശമായിരുന്നു. അവിടെ മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ട് അവിടെയും കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുകയാണ് എല്ലാ സ്ഥലത്തും. അപ്പം സോയിൽ നെയിലിംഗ് വെറും എന്താ പറയുക നമ്മൾ വേസ്റ്റായി. കാരണം സോയിൽ നെയിലിംഗ് ചെയ്ത ഭാഗങ്ങളൊക്കെ രണ്ടാമതും ഈ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ച് സുരക്ഷിതമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഇതിനു മുൻപ് കോഴിക്കോട് ജില്ലയിൽ വടകര കഴിഞ്ഞിട്ട് കണ്ണൂക്കര ഭാഗത്ത് ഇതേമാതിരി മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു. ആ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചുകൊണ്ടിരിക്കട്ടെ. അതേമാതിരി തന്നെയാണ് ഇപ്പോൾ കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ കൊയിലാണ്ടി ബൈപ്പാസിലെ കുന്നിയോറമലേൻ്റെ അവിടെയും കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ കോൺക്രീറ്റ് വാൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള മാർക്കിംഗ് ഒക്കെ റോഡിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം സോയിൽ നെയിലിംഗ് കഴിഞ്ഞ പ്രദേശം കഴിഞ്ഞിട്ട് പിന്നീട് കോൺക്രീറ്റ് വാളാണ്. അപ്പോൾ എന്തായാലും ഡബിൾ സ്ട്രോങ് എന്ന രീതിയിലാണ്. പക്ഷേ സോയിൽ നെയിലിംഗ് എത്രത്തോളം ഉറപ്പുണ്ടെന്ന് മനസ്സിലാവില്ല. കാരണം ഇതിന് മുൻപ് സോയിൽ നെയിലിംഗ് ചെയ്ത പ്രദേശങ്ങളാണ് ഇവിടെ. ഇതിൻ്റെ മുകൾ ഭാഗത്ത് വീടുകളൊക്കെ ഉണ്ട്. അന്ന് തന്നെ ജനങ്ങൾ പറഞ്ഞു ഇവിടെ മണ്ണ് നനവ് കൂടുതലാണ്, വലിയ സ്ട്രോങ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും അവർ സോയിൽ നെയിലിംഗ് ആയി മുന്നോട്ട് പോയി. പിന്നീട് നല്ലൊരു മഴക്കാലം വന്ന സമയത്ത് ഈ ഭാഗത്ത് മണ്ണിടിച്ചിൽ സംഭവിച്ചു. ഇവിടെ വലതു ഭാഗം കണ്ട നിങ്ങൾ
ഈ ഭാഗത്താണ് മണ്ണിടിച്ചിൽ സംഭവിച്ചിരിക്കുന്നത്. ആ മണ്ണിടിച്ചിൽ സംഭവിച്ച സ്ഥലത്ത് ഇപ്പോൾ കോൺക്രീറ്റ് വാള് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ട ഈ ഭാഗത്ത് ഇതിന് മുൻപത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചാണ് സോയിൽ നെയിലിംഗ് ചെയ്തിട്ട് മണ്ണിടിഞ്ഞ് വന്നിട്ട് ആ നെയിലിങ്ങിന്റെ നെയിൽ വരെ വെച്ചാൽ കമ്പി വരെ പുറത്ത് വന്ന് തള്ളി നിൽക്കുക. അപ്പൊ അത്രത്തോളം ഒരു ഉറപ്പില്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ മണ്ണ്. അപ്പൊ നമ്മളെ മലപ്പുറം ജില്ലയിൽ നോക്കുകയാണെങ്കിൽ പല സ്ഥലത്തും മണ്ണെടുത്ത് താഴ്ത്ത പ്രദേശത്ത് പൂർണ്ണമായിട്ട് സോയിൽ നെയിലിംഗ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവിടെ അങ്ങനെ ഒരു വിഷയം വന്നിട്ടില്ല. ആകെ ഒരു വിഷയം ഉണ്ടായത് നമ്മളെ കുറ്റിപ്പുറം ഭാഗത്താണ്. പിന്നെ നമ്മളെ കൂരിയാട് മണ്ണിരുന്ന് പോയതാണ്. അതൊന്നും സോയിൽ നെയിലിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, അത് മണ്ണ് പരിശോധനയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, മണ്ണിരുന്ന് പോയതൊക്കെ. അപ്പൊ ഈ ഭാഗത്താണ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയുള്ള ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ കാർവരിപ്പാതയുടെ വീതിയുള്ള വർക്ക് പൂർത്തീകരിച്ചിട്ട് സെൻട്രൽ ഡിവൈഡറിന് വേണ്ടിയുള്ള സ്റ്റീൽ ബൈൻഡിങ് നടന്നു. പിന്നെ ഇവിടുന്ന് വലിയൊരു മാറ്റം വരുന്നുണ്ട്. കാരണം ഇവിടുന്ന് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴത്തുനിന്ന് ഇങ്ങോട്ട് എന്ന് വെച്ചാൽ ഇത് ശരിക്കും ബെവിഞ്ച ചട്ടഞ്ചാൽ ഭാഗങ്ങളാണ്. നല്ലൊരു വ്യൂ പോയിന്റ് ഉള്ള പ്രദേശമൊക്കെ, നല്ലൊരു യെസ് വളവ് തന്നെയാണ്. ഇവിടുത്തെ പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് ഈ ഭാഗത്തുകൂടെ വാഹനങ്ങൾ കയറ്റം കയറി വന്നിരുന്നത് എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ അവിടെ വലിയ കയറ്റത്തിനും ഇറക്കത്തിനും വലിയ കുറവൊന്നുമില്ല, റോഡ് വീതി കൂട്ടിയിട്ടുണ്ടെന്ന് മാത്രം. പിന്നെ ഇവിടുന്ന് ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇപ്പം സാധാരണ രീതിയിൽ നമ്മൾ കണ്ടിരിക്കുന്ന 6 വരിപ്പാത ഒരുമിച്ച് പോവാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരു ഭാഗത്ത് 3 വരി മറുഭാഗത്ത് 3 വരി കുറച്ചും കൂടി ബെൻഡാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ നിർമ്മാണം നടന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ മേഘ എഞ്ചിനീയറിംഗ് ഈ ഭാഗത്ത് നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ട്. കാരണം അത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവിടുത്തെ മണ്ണിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ആയിട്ട്, അതുപോലെ തന്നെ മണ്ണ് ഇടിച്ചിട്ടാണ് ഈ ഭാഗത്ത് റോഡ് വീതി കൂട്ടിയത്. ഇപ്പം ഇവിടെ കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നുണ്ട്, മറുഭാഗത്ത് കുറച്ചുകൂടി സ്ഥലം ഏറ്റെടുത്തിയാണ്. പിന്നെ ഈ ഇടതുഭാഗത്തുണ്ട് നിങ്ങൾ ഇപ്പം നമ്മൾ ബെവിഞ്ചയിൽ നിന്നും നീലേശ്വരം ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഈ പുതിയ റോഡ് കണ്ട അതിൽ കൂടെയാണ് റോഡ് കടന്നു പോവുക. മറ്റേ റോഡ് വരുന്നത് നേരെ ഇതിൽ കൂടിയിട്ടാ, സാധാരണ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ വലിയൊരു വളവാണുള്ളത്, ഒരു എസ് വളവ് തന്നെ ഉണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ചോദിച്ചത് മനസ്സിലാക്കിയത്. അതിനുവേണ്ടി നിർമ്മിച്ചതാണ് ഈ റോഡ്. ഇവിടെ ടാറിങ്ങിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയൊക്കെ സോയിൽ നെയിലിംഗ് ചെയ്യായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇനി സൈഡിൽ ക്രാഷ് ബാരിയർ. അപ്പോൾ ഇവിടെ ശരിക്കും ഒരു എസ് വളവാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വളവ് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് കുറച്ചൊന്ന് വീതി കൂട്ടി, പിന്നെ കുറച്ച് പ്രദേശം മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ആ ഉയരം കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് റോഡിന് വേണ്ടിയിട്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാണുക, നമ്മൾ മലപ്പുറം കോഴിക്കോട് ഭാഗത്തുനിന്നോട് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ തിരക്കുകൾ കാണുന്ന പ്രദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ മുതൽ തളിപ്പറമ്പ് വരെ. ഇപ്പം ഞാൻ രാവിലെ സമയത്തൊക്കെ വീടെടുക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ വാഹനങ്ങൾ, വലിയ വലിയ ലോറികൾ ഉണ്ടാവും ഈ തളിപ്പറമ്പ് ഭാഗം വരെയൊക്കെ. പിന്നീട് അങ്ങോട്ട് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് വലിയ തിരക്കൊന്നും റോഡിൽ കാണില്ല. 6 വരിപ്പാത വിജനമായി കിടക്കണതാണ്. ഇടയ്ക്കൊരു വലിയ വാഹനങ്ങൾ പോകുന്നല്ലാണ്ട് വലിയ കാര്യമായിട്ട് വലിയ വാഹനം പോകുന്നില്ല കേട്ടോ. അതെനിക്ക് എപ്പോഴും തോന്നുന്ന സംശയം, എന്തുകൊണ്ടാണ് ഇവിടെ എങ്ങനെയെന്നുള്ളത്. അപ്പം ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് വലിയ ഗതാഗതക്കുരുക്കം. ഇപ്പം നമ്മൾ ഇതേപോലത്തെ ഒരു നിർമ്മാണം മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലേക്ക് നടക്കുന്ന നല്ല അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്ക് ഉണ്ടാകും. പക്ഷെ ഇവിടെ അങ്ങനെ കാര്യമായിട്ട് ഗതാഗതക്കുരുക്കൊന്നുമില്ല. വളരെ സമാധാനപരമായിട്ടാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വളവുകൾക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ചെറുതായിട്ട് റോഡൊന്ന് വീതി കൂട്ടിയിട്ടുണ്ട്. എന്തായാലും പണികളൊക്കെ നല്ല വേഗതയിൽ തന്നെ ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മഴക്കാലം വരുന്ന സമയത്താണ് ഈ പണികളൊക്കെ ഒന്ന് പെൻഡിങ് ആണ്. ഇതുപോലെ ഇതിന് മുൻപ് മഴക്കാലം വന്നിട്ടാണ് മണ്ണിടിച്ചിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും. അപ്പോൾ ഇതൊക്കെയാണ് കാസർഗോഡ് ജില്ലയിലെ ചട്ടഞ്ചാൽ ബെവിഞ്ച ഭാഗങ്ങളിൽ നടന്ന വികസനം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.